പ്രാർത്ഥിക്കാം. Let's pray. Hallelujah. Hallelujah. കർത്താവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം നൽകുന്നു. Lord, I praise you for this beautiful time. കർത്താവേ, പ്രത്യേകമായിട്ട് കഴിഞ്ഞ 3-4 വർഷങ്ങളിലൂടെ അങ്ങ് ഞങ്ങളെ കടത്തി ഇത്രത്തോളം കൊണ്ടുവന്നിരിക്കുന്നെങ്കിൽ അങ്ങയുടെ പദ്ധതിക്കാതല്ലാതെ മറ്റൊന്നിനുമല്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. Lord, we understand these last few years, the way you've walked with us, and it's only for your purposes. കർത്താവേ, ഞങ്ങളിന്ന് ഏറ്റുപറയുന്നു, അങ്ങ് ഞങ്ങളുടെ ഭവനത്തെ പണിയുന്നത് കൊണ്ട് മാത്രം ഞങ്ങൾ ഇന്ന് നിലനിൽക്കുന്നു. Lord, we confess that it's because you build our houses that we are able to stand today. കർത്താവേ, ഞങ്ങളുടെ മികവ് കൊണ്ടല്ല, It is not because of our ability. ഞങ്ങളുടേതായിട്ടുള്ള കഴിവുകൾ കൊണ്ടല്ല, It is not because of our gifts. ഞങ്ങളുടെ ബലങ്ങൾ കൊണ്ടല്ല, It's not because of our strength. അങ്ങ് ഞങ്ങളെ നിലനിർത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇന്നേ ദിവസം കാണുന്നു. You have decided to make a stand. കർത്താവേ, അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ അങ്ങയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സമയമെടുക്കുമ്പോൾ ആദ്യം ഞങ്ങൾ നന്ദി കരയേറ്റുന്നു. Lord, even as we come here to understand more about you, we just are so grateful. പരിശുദ്ധാത്മാവ് ബെൻസി എന്നുള്ള പേരിന്റെ ആത്മാവിൽ ഓർമ്മിപ്പിക്കുന്നു. The Holy Spirit is reminding me the name Bensi. കർത്താവ് താങ്കളെ കാണുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. The Holy Spirit reminds me that the Lord sees you. ലിൻസ് എന്നുള്ള പേർ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചിട്ട് കർത്താവ് എൽ റോയി, നിനക്ക് വേണ്ടി നിന്നെ കാണുന്ന ദൈവം എന്ന് ഓർമ്മിപ്പിക്കുന്നു. The Lord remind me the name Lins. The Lord is Elroy, the Lord who sees you. ഇന്ന് എത്രയോ പേർ വ്യത്യസ്തമായിട്ടുള്ള പ്രതീക്ഷകളോടുകൂടെ കടന്നു വന്നിരിക്കുന്നു. I know that everyone has come with different needs. യേശു വന്നിട്ടുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. But the Holy Spirit is reminding that the Lord Jesus is here. കർത്താവ് ഞങ്ങളുടെ മധ്യേ കടന്നു വന്നിരിക്കുന്നുവെങ്കിൽ മാറാത്ത യാതൊരു കല്ലുകളുമില്ല. Lord, when the Lord comes here, there is no difficulty that moves away, that cannot be കർത്താവ് ഇന്ന് moved. പുതിയ പ്രതീക്ഷകൾ ഞങ്ങളുടെ മധ്യേ, പ്രത്യാശ ഞങ്ങളുടെ മധ്യേ നൽകുന്നതിനായി ഞങ്ങൾ നന്ദി The പറയുന്നു. Lord is giving us new hope today. സിസ്റ്റർ അന്നയെ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യും. സങ്കീർത്തകനെ പോലെ ദൈവത്തിന് പാട്ടുകൾ എഴുതുവാനും പാടുവാനും കർത്താവ് അഭിഷേകം The ചെയ്യും. Lord is going to anoint Anna sister with a mighty anointing to write songs and psalms. സൂരജ് എന്നുള്ള പേർ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. The Lord is reminding me of the name Suraj. ഈ സൂരജിന്റെ ജീവിതത്തിൽ കർത്താവ് ഒരു പുതിയ പണി ചെയ്യുവാൻ ആരംഭിക്കുന്നതാണ് ഞാൻ ആത്മാവിൽ കേൾക്കുന്നു. In my spirit I sense that the Lord is going to do a new work in Suraj's life. ദൈവം ഇന്ന് അനേകരുടെ ഹൃദയങ്ങളിൽ ഇടപെടും. The Holy Spirit is dealing with a number of hearts. കർത്താവ് അത് ചെയ്യുന്നതിനായിട്ട് നന്ദി. I thank the Lord for what he is doing. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്ന് അങ്ങ് ഞങ്ങളോട് എന്ത് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നതോ അത് സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. Lord, even as you speak, Lord, I pray that we will open our hearts and receive what you are saying. യേശുവിന്റെ നാമത്തിൽ തന്നെ. In Jesus' name. ആമേൻ. Amen. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, യേശു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാട്ടെ. Just tell your neighbor, Jesus has come. യേശു വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ അവസ്ഥയ്ക്ക് അതുപോലെ ഇരിക്കാൻ ഭയങ്കര If പ്രയാസമാണ്. Jesus has come, your circumstance cannot stay the same. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ കൊണ്ട് വളരെ പരിചയമുള്ള വാക്യങ്ങളാണ്. നമ്മൾ അതുകൊണ്ട് തുടങ്ങാൻ പോവുകയാണ്. We're going to start with Matthew chapter 1 verses 18 to 21. ഒരുപക്ഷെ ഇന്ന് ആദ്യമായിട്ട് സഭയിൽ വരുന്നവരോ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഓൺലൈനിൽ നമ്മളെ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ വാക്യങ്ങൾ ഒരിക്കൽ കൂടെ വായിക്കുകയാണ്. I'm going to read this for anyone who has come here for the first time or joined online for the first time. ഈ ഒരു സമയത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകും. നമുക്ക് ഒന്നിച്ച് എൻജോയ് ചെയ്തുകൊണ്ട് ഈ സമയത്തിലായിരിക്കാം. Let us enjoy this time that the Holy Spirit is taking us through. ഈ വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നാൽ, യേശുക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസേഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലാകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നിരീച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസേഫെ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. Now the birth of Jesus Christ was as follows. After his mother Mary was betrothed to Joseph, before they came together, she was found with child of the Holy Spirit.
Then Joseph, her husband, being a just man and not wanting to make her a public example, was minded to put her away secretly. But while he thought about these things, behold, an angel of the Lord appeared to him in a dream, saying, Joseph, son of David, do not be afraid to take to you Mary your wife, for that which she is conceived in her is of the Holy Spirit, and she will bring forth a son, and you shall call his name Jesus, for he will save his people from their sins. ഇവിടെ ഈ ഭാഗത്തിന്റെ അവസാനത്തെ വാക്യം യേശുവിന്റെ വരവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം പങ്കുവെക്കുകയാണ്. The last part of this portion shows us what Jesus came for. കാരണം ഇത് നാം അറിയേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ പ്രധാന ഉദ്ദേശം ഇതല്ല എങ്കിൽ നാം നിരാശപ്പെടും. Sometimes we need to understand this, because even after we accept Jesus, sometimes we forget that this is what Jesus came for. അവിടെ ആ വാക്യം പറയുന്ന അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് അവന് യേശു എന്ന പേരിടണം. This verse says, and you shall call his name Jesus, for he will save his people from their sins. ഒരുപക്ഷേ നമ്മൾ ചോദിക്കുമായിരിക്കാം, ഈ പാപത്തിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ഇത്ര വലിയ കാര്യമൊക്കെയാണോ? We may be asking, is this really a big thing to save us from sins? ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ദൈവത്തിന് അത് അറിയുന്നത് കൊണ്ട് ദൈവത്തിന്റെ കൂടെ ഇരിക്കാൻ പാപമുള്ളവന് കഴിയുകയില്ല എന്ന് ദൈവം അറിയുന്നു. God knows that nothing with sin can sit with the Lord. ദൈവത്തിന്റെ കൂടെ ആയിരിക്കാൻ പാപമുള്ള ഒരു വ്യക്തിക്ക് കഴിയുകയില്ല. A person with sin cannot come close to the Lord. അതിനാൽ ദൈവം ഒരു വ്യക്തിയെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അവനെ ഒരു 60-70 വർഷത്തേക്ക് വേണ്ടിയുള്ള ഒരു എഞ്ചിൻ വെച്ചിട്ടല്ല ദൈവം അയക്കുന്നത്. When God sends a person to the earth, it is not with a 60-70 year working engine. അവനെ കുറിച്ച് ദൈവം ചിന്തിക്കുന്നത് ഈ നിത്യനായ പിതാവിനോടുകൂടെ എന്നേക്കും ഇരിക്കാൻ വേണ്ടിയാണ് ഈ വ്യക്തിയെ ദൈവം അയക്കുന്നത്. The Father is always thinking, I want this person to be with me for eternity. അങ്ങനെയുള്ളവന്റെ അകത്ത് പാപമുണ്ടെങ്കിൽ അവന്റെ പദ്ധതി നഷ്ടമായി പോകും. If such a person is walking in sin, the purpose is totally destroyed. തിരുവചനം പറയും, നമ്മൾ എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടമാക്കിയെന്നാ പറയുന്നത്. The word of God says that all of us have sinned and we have lost the glory of the Lord. നമുക്കാർക്കും നമ്മുടെ പ്രവൃത്തി കൊണ്ട് ദൈവത്തോടൊപ്പം ആയിരിക്കാൻ യാതൊരു അവകാശവുമില്ല. By our good deeds we can never walk close to the Lord. അതുകൊണ്ട് നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുവാനായിട്ട് യേശുക്രിസ്തു ഇവിടെ വന്നു. For this reason, for us Jesus came to save us from our sins. ഈ മത്തായിയുടെ സുവിശേഷത്തിൽ ഈ ആദ്യം എഴുതിയിരിക്കുന്ന ഈ ഭാഗത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരിക്കുന്നു. Isaiah prophesied about this, what Jesus was going to do many years before. യെശയ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം പറയുന്നത് നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Isaiah 9:6 says, for us a child is born. ഇവിടെ ആദ്യം പറയുന്നത് യോസേഫിനും മറിയയ്ക്കും അല്ലെങ്കിൽ കന്യക ഒരു കുഞ്ഞിനെ പ്രസവിക്കുമെന്ന് പറയുന്നാൽ ഈ ഭാഗത്ത് പറയുന്നത് നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. In Matthew we read that Joseph and Mary had a son, but here it is written, for unto us a child is born, unto us a son is given, and the government will be upon his shoulder, and his name will be called Wonderful, Counselor, Mighty God, Everlasting Father, Prince of Peace. അപ്പോൾ യേശുവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പിതാവ് നമുക്ക് വേണ്ടി തന്നിരിക്കുന്നതാണ്. Because for us, God, the Lord has given us Jesus so we can see him. ഈ പുത്രന്റെ വരവ് ആദ്യം നമ്മളെ കാണിക്കുന്നത് പിതാവിന്റെ ഹൃദയത്തെയാണ്. The son's arrival shows us the father's heart. ഈ പിതാവ് എങ്ങനെയുള്ള പിതാവാണെന്ന് പറഞ്ഞിട്ടും ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ ഇനി വെളിപ്പെടുത്തുവാനായിട്ട് ഈ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുകയാണ്. So how much ever we describe the father, we may not be able to understand, but the son came to reveal the father. യേശുക്രിസ്തുവിന്റെ വരവ് എന്താ കാണിച്ചെന്നറിയാമോ? നാം എത്രമാത്രം നിരാശപ്പെടുത്തിയാലും നമ്മെ വിടാതെ പിന്തുടരുന്ന സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ടെന്നാണ് കാണിച്ചിരിക്കുന്നത്. The fact that Jesus came shows us that however disappointed we are, there is a Lord who is following us. എത്രമാത്രം കൽപ്പനകൾ തന്നു, കൽപ്പനയൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു, അവസാനം ഒന്നും നടന്നില്ല എങ്കിലും വീണ്ടും എന്നെ വിടാതെ പിന്തുടരുന്ന ഈ പിതാവിന്റെ ഹൃദയത്തെ ആ യേശുവിന്റെ വരവ് കാണിക്കുന്നത്. The Lord gave us laws, but we could never obey them,
and so the Lord sent his son to come behind us. തകർന്നിരിക്കുന്ന ലോകത്തെയോ തകർന്നിരിക്കുന്ന വ്യക്തികളെയോ ഉപേക്ഷിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. Oh, the Lord is not one who abandons the brokenhearted. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 16-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ യഹോവ എൽറോയി എന്ന് പറയുന്ന ഒരു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമുണ്ട്. In Genesis chapter 16:13 16 verse 13, ആ വാക്യം പറയുന്നത് എങ്ങനെയാണ്? അത് ഹാഗാറിനെ കുറിച്ച് അവിടെ പറയുന്നത്. this word speaks about Hagar. ഹാഗാറിനെ സംബന്ധിച്ച് ദൈവത്തിന്റെ വാഗ്ദത്തം എന്നൊക്കെ പറഞ്ഞ് അവൾ ഉപയോഗിക്കപ്പെട്ടു, അതിനുശേഷം അവൾ ഉപദ്രവിക്കപ്പെട്ടു, പിന്നെ അവൾ മരുഭൂമിയിലാണ്. Because of God's promise, she was taken in, but she was harmed and she was sent into the desert. അതിനുശേഷം ഇനി തനിക്ക് മുന്നോട്ട് എന്താ എന്ന് അറിയാതിരിക്കുന്ന സമയത്താകുന്നു ദൈവം അവളെ കാണുന്നു എന്നുള്ള വാക്ക് അവിടെ വെളിപ്പെടുന്നത്. And at that time, when she didn't know what is ahead of her, the Lord said, I am the God who sees. അവിടെ തനിക്കിനി മുന്നോട്ടൊന്നും ചിന്തിക്കുവാനില്ല എന്ന് ചിന്തിക്കുന്ന ആ ഹാഗാറാണ് എൽറോയ് എന്നുള്ള ആ വാക്ക് അവിടെ പറയുന്നത്. For a person who didn't know what is ahead of her, God revealed himself as Elroy. വളരെ ശക്തമായിട്ടുള്ള ഒരു വേദവാക്യമാണത്. It is a powerful piece of scripture. അവിടെ എഴുതിയിരിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം. എന്നാൽ അവൾ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞ് തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക് ദൈവമേ നീ എന്നെ കാണുന്നു എൽറോയ് എന്ന പേർ വിളിച്ചു. She says, then she called the name of the Lord who spoke to her. You are the God who sees. For she said, have I also here seen him who sees me? എന്നെ കാണുന്ന ദൈവം എന്നെ ഇവിടെയും കാണുന്നു എന്നുള്ള ഉറപ്പ് ദൈവം ഇന്ന് നമുക്ക് നൽകട്ടെ എന്ന് ഞാൻ I'm പ്രാർത്ഥിക്കുകയാണ്. just praying that today the Lord who sees will give you that confirmation that he sees you today. ഇന്ന് ആരെങ്കിലും ഒരു തകർച്ചയുടെ മധ്യയിൽ പോകുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, തകർന്നിരിക്കുന്ന ഹൃദയത്തെ നിരസിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. I just tell you, if any of you is going through a difficult time and a brokenness, I tell you, God will not abandon anyone who is going through brokenness. കാരണം ഹാഗാർ ആദ്യം വിചാരിച്ചു എന്നെ കാണുന്ന ദൈവം എന്ന് പറയുന്നത് അവന്റെ ഒരു പ്രവൃത്തിയാണെന്ന് വിചാരിച്ചു. Hagar thought that the God who sees means there's some action involved in that. പക്ഷേ അവൻ അവിടെ മാത്രമല്ല, എന്റെ താഴ്ചയിലും എന്റെ തകർച്ചയിലും എന്റെ കഷ്ടതയിലും എന്നെ കാണുന്ന ആ ദൈവത്തിൻ്റെത് സ്വഭാവമല്ല, അവൻ്റെതായിട്ട് അവന്റെ പ്രവൃത്തിയല്ല, അവൻ എൽറോയ് തന്നെയാണെന്ന് ഹാഗാറിന് മനസ്സിലായി. So it was not just for that instance that he saw in that difficulty, but he understood his nature as the God who sees. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, യേശു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാട്ടെ. Tell your neighbor, the Lord Jesus is here. നിങ്ങളുടെ ഏത് തകർച്ചയുടെ അവസ്ഥയിലാണെങ്കിലും ശരി, ഇന്ന് നിങ്ങളോട് തന്നെ പറഞ്ഞോണം, യേശു വന്നിട്ടുണ്ട്, ഇനി എൻ്റെ അവസ്ഥ മാറും. Tell your neighbor, today whatever broken situation you are in, Jesus has come today to change my situation. യേശു വന്നിരിക്കുന്ന ചില പ്രധാന വസ്തുതകളെ കുറിച്ച് ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. I'm going to tell you some important things that happened when Jesus came. നിങ്ങൾക്ക് ഒരുപക്ഷെ യേശുവിനെ സംബന്ധിച്ച് ഒത്തിരി ചിന്തകൾ കാണുമായിരിക്കാം. You may have a lot of thoughts about Jesus. പക്ഷേ യേശു എന്തിനു വേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളത് തിരുവചനത്തിൽ യേശു വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. But in the word of God, Jesus has given us with clarity some reasons why he came. ഇവിടെ ആദ്യം നമ്മൾ ശ്രദ്ധിച്ച വാക്യത്തിൽ നാം കാണുകയുണ്ടായി തന്റെ ജനത്തെ പാപത്തിൽ നിന്ന് യേശു രക്ഷിക്കുമെന്നുള്ളത്. The first verse portion we read, it says that Jesus came to save us from sins. അതിനുശേഷം നാം പിന്നീട് കണ്ട വാക്യത്തിനകത്ത് നാം കണ്ടു യേശുവിന്റെ പേർ തന്നെ സമാധാന പ്രഭു എന്നാണ്. And in the second verse we saw that he is the Prince of Peace. എബ്രായ ഭാഷയിൽ ഈ പദത്തിന് നമ്മൾ ബ്രദർ എബ്രഹാം ഈ വാക്കിനെ കുറിച്ച് വളരെ വ്യക്തമായി പ്രസംഗിക്കുകയുണ്ടായി. Brother Abraham spoke about this verse, the meaning of this word in Hebrew. യേശുക്രിസ്തു വന്ന് നമ്മുടെ ജീവിതത്തിൽ ശലോം നൽകുവാനായിട്ടാകും. Jesus came to give us shalom. എബ്രായ പദത്തിൽ അതിന് ശലോം എന്നുള്ള വാക്ക്, സമാധാനത്തിന് ശലോം എന്ന് പറയുന്നു. യവന ഭാഷയിൽ അതിന് ഐറീനെ എന്ന് പറയുന്നു. In Hebrew that word is shalom, in Greek it is irina. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും നമ്മളെല്ലാവരും പാപം ചെയ്തു, എങ്ങനെയെങ്കിലും കെട്ടി മൂടി പൊതച്ച് എങ്ങനെയെങ്കിലും മുകളിലോട്ട് തട്ടിക്കയറ്റുക എന്നുള്ള അർത്ഥത്തിലല്ല. It doesn't mean that we're going to be tied up and covered, the sins are covered and we're going to be thrown up somewhere. വലിയ പ്രശ്നമുള്ള ആളാ, ഒന്ന് തൂത്ത് തടവി ഒന്ന് മുകളിലേക്ക് സ്വർഗ്ഗത്തിലേക്ക് കയറ്റാം, അങ്ങനെയുള്ള അർത്ഥത്തിലല്ല. It's not a way where we're just going to be wiped and bandaged and just sent to heaven. എന്നാൽ ശലോം എന്നുള്ള വാക്കിന്റെ
അർത്ഥം പൂർണ്ണത, മുഴുവനായത്, ഒന്നും നഷ്ടമാകാത്ത അവസ്ഥയിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് എൻ്റെ യേശു കടന്നു വന്നിരിക്കുന്നു. But shalom is a wholeness, a condition where there is no brokenness, a completeness, and that is the way the Lord is going to take us back. അതുകൊണ്ട് നാം ഇന്ന് ഈ ക്രിസ്തുമസിന്റെ സമയത്ത് എങ്ങനെയുള്ള സാഹചര്യത്തിലാണെങ്കിലും ശരി, So this Christmas, in whatever circumstance you are in, എനിക്ക് ക്രിസ്തുവിൽ ഇനിയും മുന്നേറുവാനുള്ള പൂർണ്ണതയുടെ അടുത്ത നിലവാരമുണ്ട്. I have the hope that I'll go into the next level of completeness in Christ. എങ്ങനെയെങ്കിലും എന്നെ ഒതുക്കി അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ എങ്ങനെയെങ്കിലും ജീവിക്കുവാനല്ല ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. God doesn't desire that I have just an ordinary adjusting type of life. എന്നാൽ ദൈവം നമ്മുടെ ജീവിതത്തിന്റെ സമൃദ്ധി ആഗ്രഹിക്കുകയാണ്. But the Lord wants abundance. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം പറയുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് അല്പമുണ്ടാകാനായിട്ടാണോ? John 10:10 says, സമൃദ്ധിയായിട്ടുണ്ടാകാനായിട്ടുമാ യേശു വന്നിരിക്കുന്നത്. Jesus came to give us not just life but abundant life. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ കർത്താവിനെ നാം ഒരിക്കലും ഒരു പരിമിതി വെക്കരുത്. So we shouldn't limit Jesus in our lives. ദൈവത്തിന്റെ ആ നിറവ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച് സംതൃപ്തിയാകുന്നവരെയും നാം യേശുവിനെ പിൻപറ്റണം. We have to go behind the Lord till we receive the fullness and everything that God wants to give us. ഒരുപക്ഷേ നാം ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നാം യേശുവിനെ കണ്ടെത്തുന്നത് വരെയും നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, ദൈവത്തിന് നമ്മെ നോക്കുമ്പോൾ ദൈവക്രോധം നമ്മുടെ മേലുണ്ടായിരുന്നു. When we have to remember that when the Lord first saw us, he could be angry with us because we were guilty. എന്നാൽ റോമാലേഖനത്തിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം പറയുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. But Romans 5:1-2 says that we are justified by faith and we have peace with God. അതുകൊണ്ട് ഈ സമാധാനത്തിന്റെ പ്രഭു അല്ലെങ്കിൽ ഈ ശലോം നൽകാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ തമ്മിലോ നമ്മുടെ അകത്തോ മാത്രമല്ല ശലോം, നാമും ദൈവവുമായിട്ടും ദൈവം വലിയ സമാധാനത്തിൽ നമ്മെ ആക്കിയിരിക്കുകയാണ്. So even as God is our peace, it is not just between us, but God has given us that peace and reconciliation with him. അതുകൊണ്ട് നമുക്ക് വലിയ സമാധാനമുള്ള ഒരാളുടെ അടുക്കലേക്ക് നമ്മൾ എങ്ങനെയാ പോകുന്നത്? How do we go next to a person who has great peace? നമ്മൾ വലിയ സമാധാനത്തിലും സന്തോഷത്തിലും ഉറപ്പിലും ധൈര്യത്തിലും അല്ലേ നമ്മൾ പോകുന്നത്? We go ready to receive that peace. ഇന്ന് ഈ ക്രിസ്മസിൽ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ സമയത്തിലോ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു തെറ്റായിട്ടുള്ള മനോഭാവം ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ ഈ വചനം നിങ്ങളോട് ഇടപെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. So even if you have a wrong idea of God at this time, of God's thoughts about you right now, I ask that the Lord speak to you. നിങ്ങൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായിട്ട് സേവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരാളാകുന്നുവെങ്കിൽ നിങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ തന്നെ ദൈവത്തിന് ഭയങ്കര സമാധാനമാണ്. So if you are a person who has accepted Jesus as your savior, even as you stand there, the Lord has given you that peace, sees you as a person of peace. നമുക്ക് ദൈവത്തെ ഒരിക്കലും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ഇംപ്രസ് ചെയ്യാൻ പറ്റത്തില്ല. We can't impress God with our works. നമ്മുടെ ഏറ്റവും മികച്ച ഒരു പ്രകടനം എന്ന് പറയുന്നത് തന്നെ ദൈവം നമ്മുടെ പിതാവായതുകൊണ്ട് വേണമെങ്കിൽ ഒരു ക്ലാപ്പ് ഒക്കെ ചെയ്യുമായിരിക്കും. The biggest thing that we can say is that, oh, because God is our father, we can clap for ourselves. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ ചിലപ്പം ഒരു പേപ്പറിനകത്തൊക്കെ നന്നായിട്ട് ഡ്രോ ചെയ്തു അവര് വിചാരിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കിയത് എന്തുവാ ഈ സാധനം എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. When our children come and they would have scribbled something on a paper and they come with us, to get some approval, we'll be just thinking, what have they drawn? ഞാൻ ഈ വരച്ചത് കണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ ചിന്തിക്കുകയാണ്, ഇതിന് ആപ്പിൾ എന്നാണോ പറയേണ്ടത്, മരമെന്നാണോ പറയേണ്ടത്, അതോ സൈക്കിളാണോ? പക്ഷെ നമ്മൾ അവസാനം പറയും ബ്രില്യൻസ്. But when we look at what they draw, we can't decipher whether it's an apple or a cycle or what, but we say it's brilliant. കാരണം അതാ പ്രവൃത്തി കാരണമല്ല, അതാ ബന്ധം കാരണമാണ്. It is not because of that action, but it's because of that relationship. അതുപോലെ നമുക്ക് ദൈവത്തെ നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഇംപ്രസ് ചെയ്യാൻ പറ്റുകയില്ല. We can't impress God with our actions. എന്നാൽ നമ്മുടെ ബന്ധത്തിലൂടെ ദൈവവുമായിട്ടുള്ള സ്നേഹത്തിൽ ദൈവം നമുക്ക് വലിയ സമാധാനത്തിലായിരിക്കും. But because of our relationship with him, we have that great peace. അതുകൊണ്ട് ഇന്ന് പ്രത്യേകമായിട്ട് ഞാൻ പരിശുദ്ധാത്മാവിൽ താല്പര്യപ്പെടുത്തുക, യാതൊരു കുറ്റബോധത്തിന്റെ മനോഭാവമില്ലാതെ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെന്നാട്ടെ.
So I'm encouraging you today, do not come with any guilt as you come into the presence of God. പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു മുടക്കത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരുടെ മേൽ ദൈവത്തിന്റെ വലിയ സമാധാനം വരുമാറാകട്ടെ. Even those who are struggling to pray, I sense that today the Lord's peace is on you. എന്റെ കർത്താവ് എന്നെക്കുറിച്ച് വലിയ സന്തോഷത്തോടെ ചിന്തിക്കുന്നില്ല എന്ന് മനസ്സിൽ ഇങ്ങനെ കരുതുന്നവരുടെ മേൽ ദൈവത്തിന്റെ വലിയ സമാധാനം വരുമാറാകട്ടെ. Some of you feel that you have not pleased the Lord, but today the Lord is going to give you peace. നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചിരിക്കുന്ന വ്യക്തിയാകുന്നുവെങ്കിൽ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് സമാധാനമുണ്ട്. If you are someone who has accepted the Lord as your Savior, you have peace before God. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് സമാധാനമുണ്ടെന്ന് പറഞ്ഞു. Just tell your neighbor, the Lord has peace about you. നിങ്ങളും ദൈവവും തമ്മിൽ എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞാട്ടെ. Everything is okay between you and God. ചെയ്യുന്നതെല്ലാം കറക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ അതിനെല്ലാം മാറ്റി നിർത്തി ആ ബന്ധത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാൻ ദൈവത്തിന് അറിയാം. I'm not saying that everything you do is correct, but then pushing aside all that relationship is one of peace. അതുകൊണ്ടാണ് നാം അവിശ്വസ്തരാകുമ്പോഴും വിശ്വസ്തനായി നിലനിൽക്കുവാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. Even though we are unfaithful, He is a faithful God. കൊലോസ്യ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 19ഉം 20ഉം വാക്യം കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. Colossians 1 verses 19 and 20. ഈ വാക്യത്തിൽ പറയുന്നത് യേശു ക്രിസ്തുവിലൂടെ സകല നിരപ്പിൻ്റെതായിട്ടുള്ള അനുഭവം നമുക്കുണ്ടെന്നാ പറയുന്നത്. This tells us about through Jesus there is reconciliation. അതുകൊണ്ട് ഇന്നത്തെ ഈ ദൂതിനകത്ത് നിങ്ങൾ എനിക്കറിയില്ല, ഇത് ചിലപ്പം തീർന്നിട്ട് അടുത്തതിനകത്തോട് ചിലർക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്, ഇത് തീർന്നിട്ട് അടുത്തതിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു പരിപാടിയുണ്ട്. Some of you just before when this gets over, you're always thinking about the next thing. ഞാൻ പ്രാർത്ഥിക്കുക, അതിനെല്ലാം ഞാൻ ശാസിക്കുകയാണ്. I'm just rebuking all that. പക്ഷെ ഓർത്താട്ടെ, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ഓർക്കാൻ കഴിയുമെങ്കിൽ യേശു എനിക്ക് വേണ്ടി വന്നിട്ടുണ്ടെന്നുള്ളത് ഓർത്താട്ടെ. The one important thing you have to remember today is that Jesus has come for me. രണ്ടാമതായിട്ട് കർത്താവ് എന്റേതായിട്ടുള്ള ജീവിതത്തിൽ ശലോം തരുവാനായിട്ട് കടന്നു And the വന്നിരിക്കുന്നു. Lord has come to give peace, shalom in my heart. അതായത് കർത്താവ് എന്നെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. The Lord has not decided to just let me be. കർത്താവ് ആ ഒരു പടി ഒന്ന് തീർത്തിട്ടേ എന്നെ വിടാൻ The ഉദ്ദേശിച്ചിട്ടുള്ളൂ. Lord has to finish His work in me. അതോടൊപ്പം തന്നെ കർത്താവിന്റെ സമാധാനം നമ്മുടെ അകത്ത് വരുമ്പോൾ തമ്മിൽ തമ്മിൽ നിരക്കുവാനും കർത്താവിന്റെ വലിയ സമാധാനം വ്യാപരിക്കും. And even as the Lord's peace enters us, God gives us the ability to reconcile with others. ഈ വാക്യം എന്ന് പറയുമ്പോൾ അവനിൽ സർവ്വസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. This word says, for it pleased the Father that in him all the fullness should dwell, and by him to reconcile all things to himself. ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്ന ക്രിസ്തുവിന് പറ്റാത്ത റിക്കൺസിലേഷനും നിരപ്പും ഒന്നും ഇല്ല. This verse says that there's no reconciliation impossible for Jesus. അതുകൊണ്ട് ഇന്ന് ഈ ക്രിസ്തുമസിന്റെ സമയത്ത് അപ്പവും ചിക്കനും ഒക്കെ ചിന്തിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ നിങ്ങളെ പ്രത്യേകമായിട്ട് ഒരു ഇടയന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ താല്പര്യപ്പെടുത്തുകയാണ്, ഞാൻ ചോദിക്കുകയാണ്, ആരോടെല്ലാം നിരപ്പിന്റെ അനുഭവത്തിലേക്ക് വരണമോ യേശു ക്രിസ്തു നിങ്ങൾക്കൊരു പുതിയ പ്രത്യാശ തരട്ടെ. Even as today you'll be thinking about the appam and chicken, push that aside, but along with that, today if there's someone you need to reconcile with them. നമ്മുടെ ക്രിസ്തുമസിന് ഏറ്റവും മികച്ച അർത്ഥം വരുന്നത് യേശു അതിലൂടെ എന്ത് ചെയ്യുവാൻ ആഗ്രഹിച്ചോ അത് നടക്കുമ്പോഴാണ്. Christmas is most meaningful when we do what Jesus meant it to be. യേശു ക്രിസ്തുവിൽ സകല നിരപ്പിന്റെ അനുഭവം നമുക്ക് സാധ്യമാക്കുവാൻ കഴിയും. In Christ there is complete reconciliation. അതുകൊണ്ട് ഇന്ന് ആരോടെങ്കിലും നിങ്ങൾക്ക് നിരപ്പിന്റെ അനുഭവത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ സമാധാനം ഉള്ളതുകൊണ്ട് ആ ചുവടെടുത്താട്ടെ. So today if there's someone you need to reconcile with, God will give you the peace and enable you to reconcile. ദൈവം ആദ്യം നമുക്ക് ശലോം നൽകുമെന്ന് ഞാൻ പറയുന്നു. I said that God gives us peace, shalom. രണ്ടാമതായിട്ട് കർത്താവ് വന്നിരിക്കുന്ന രണ്ടാമത്തെ കാര്യം, അല്ലെങ്കിൽ യേശുവിന്റെ വരവ് നമ്മളെ ഓർപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം, there is hope. അവിടെ വലിയ പ്രത്യാശയുണ്ട്. The second thing is that there is hope because Jesus came. ഈ പ്രത്യാശ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് നാളെ എനിക്കൊരു മികച്ച ദിവസം ഉണ്ടാകുമെന്നാണ് അതിനർത്ഥം. The hope means that tomorrow it's going to be a better day. എനിക്ക് മികച്ച ഒരു ഭാവി ഉണ്ടാകുമെന്നാ പറയുന്നത്. I'm going to get a better future. ചിലര് ചിന്തിക്കുന്നത് തെറ്റാണെന്നാ ചിന്തിക്കുന്നത്. Some people think that is wrong. അങ്ങനെ ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എന്തോ കുറവുണ്ടെന്നാണ് ഞാൻ എവിടെയോ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് കർത്താവിന് തോന്നുമോ?
Some people think that if I think like that, does it mean that I'm not satisfied with today? പക്ഷെ നിങ്ങൾക്കറിയാമോ, തിരുവചനത്തിൽ കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഒരു മികച്ച സമയത്തെക്കുറിച്ച് നമ്മളോട് പറയുന്നുണ്ട്. Oh, and even but the Lord always says in the word of God, there is a time that is better. കണ്ണുനീരില്ലാത്തൊരു സമയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. There is a time where there'll be no more tears. കഷ്ടതകൾ ഇല്ലാത്തൊരു സമയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. A time with no difficulties. അതുകൊണ്ട് യേശു പറഞ്ഞിരിക്കുന്ന ആ മികച്ച ഭാവിയെക്കുറിച്ച് നാമും കാത്തിരിക്കുന്ന തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല. So it's not wrong for us to expect that better future. യേശു ക്രിസ്തു വന്നിരിക്കുന്നത് തകർന്നിരിക്കുന്ന ലോകത്തിന് മികച്ച ഒരു ഭാവി ഉണ്ടെന്ന് പറയാൻ തന്നെയാണ്. Jesus came to give this broken world hope. തിരുവചനത്തിലെ ഈ പ്രത്യാശ എന്ന് പറയുന്നത് ശുഭാപ്തി വിശ്വാസമല്ല. In the word of God, this hope is not optimism. കാരണം ശുഭാപ്തി വിശ്വാസം എന്ന് പറയുന്നത് നാളെ നമുക്ക് ഈ കാര്യത്തെ ഇച്ചിരി വ്യത്യസ്തമായിട്ട് കാണുമ്പോൾ നാളെ അത് ശരിയാകും. So optimism means that if you do see things a bit different, things will be better. എന്നാൽ തിരുവചനം അനുസരിച്ചുള്ള പ്രത്യാശ എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ ആസ്പദമാക്കിയിരിക്കുന്ന പ്രത്യാശയാണ്. But the hope that is given in the word of God depends on a ആ person. സാഹചര്യത്തെ ആസ്പദമാക്കി ഒന്നുമല്ല. It doesn't depend on our circumstances. കാരണം ഈ ഹോപ്പ് എന്നുള്ള വാക്കിന് എബ്രായ ഭാഷയിൽ രണ്ട് വാക്കുകളുണ്ട്. There are two words in Hebrew for hope. അതിൽ ഒരു വാക്ക് യഖാൽ എന്നുള്ള വാക്കാണ്. One word is akal. ആ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് നാം കാത്തിരിക്കുമ്പോൾ അല്പസമയം കഴിയുമ്പോൾ ചില കാര്യങ്ങൾ സംഭവിക്കും. That word means that as you are waiting, after some time, some things will happen. അതായത് ജലപ്രളയത്തിന്റെ സമയത്ത് വെള്ളം ഉയർന്നു, കുറച്ച് സമയം യഖാൽ കഴിഞ്ഞപ്പോൾ ആ വെള്ളം താന്നു. So like at the time of flood, when the waters rise, after some time the waters came എന്നാൽ down. ഞാൻ ഇന്ന് ദൈവത്തിൻ്റെതായിട്ടുള്ള ആ പ്രത്യാശയെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന വാക്ക് ഖാവ എന്നുള്ള എബ്രായ വാക്കാണ്. But the word that God has given us is khawa. അതൊരു വളരെ ശക്തമായിട്ടുള്ള ഒരു That's a വാക്കാണ്. powerful word. ആ വാക്ക് ഒരു ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായത്തിന്റെ 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. In Isaiah 40, 21 to 31, this word is used. ഈ 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ ചില സാധാരണ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ യഹോവയിൽ ഖാവ ചെയ്യുന്നവനെ കുറിച്ചുള്ള ഒരു വ്യത്യാസം അവിടെ പറയുന്നുണ്ട്. It's written about a number of things, but it says those who khawa in Jehovah. ആ വാക്യം പറയുന്നത് അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നവനാകുന്നു. That verse says he gives power to the weak, and to those who have no might he increases strength. ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ചു തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. Even the youth shall faint and be weary, and the young men shall utterly fall. പക്ഷേ ശുഭാപ്തി വിശ്വാസക്കാരുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്. ഈ സർവശക്തനായിരിക്കുന്ന വ്യക്തിയാകുന്ന ദൈവത്തിൽ കാത്തിരുന്ന് അവനിൽ പ്രത്യാശ വെക്കുന്ന ചിലർ അവർ കഴുകനെ പോലെ അവരുടെ ശക്തിയെ പുതുക്കുമെന്നാണ് പറയുന്നത്. But the word of God says those who hope in this God, they will renew their strength like eagles. ആ ഒരു വലിയ പ്രത്യാശയാകുന്നു യേശുക്രിസ്തുവിന്റെ വരവ് നമ്മളോട് പറയുന്നത്. In that hope is what we got when Jesus came. അവർ ശക്തിയെ പുതുക്കുക മാത്രമല്ല, അവർ കഴുകന്മാരെ പോലെ ചിറക് അടിച്ചു കയറും. They will not only renew their strength, but like eagles they will mount up with അവർ wings. തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. They shall run and not be weary, they shall walk and not faint. നമ്മുടെ എന്ത് സാഹചര്യമാകട്ടെ, നാം യേശുക്രിസ്തുവിൽ കാത്തിരിക്കുവാൻ, പ്രത്യാശ വെക്കുവാൻ, ഈ വ്യക്തിയിൽ എൻ്റെ മുഴുവൻ ശ്രദ്ധയും ഞാൻ നൽകുവാൻ തീരുമാനിച്ചാൽ എന്തോ ചിലത് നടക്കുമെന്ന് തന്നെ ആ തിരുവചനം പറയുന്നു. Whatever your circumstance, if you decide to wait on this Lord, then there's definitely going to be some good things that are going to happen. സങ്കീർത്തനം 39-ാം അധ്യായത്തിൽ സങ്കീർത്തകനും ഇങ്ങനെ തന്നെ പറയുക, 7-ാമത്തെ വാക്യത്തിൽ, എന്നാൽ കർത്താവേ ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു, എൻ്റെ പ്രത്യാശ നിങ്ങൾ തന്നെ വെച്ചിരിക്കുന്നു. Psalm 39 verse 7 says, and now Lord, what do I wait for? My hope is in you. നമ്മുടെ പ്രത്യാശ നമുക്ക് ഈ ക്രിസ്തുമസിന്റെ സമയത്ത് ഒരിക്കൽ കൂടെ പുതുക്കി ക്രിസ്തുവിൽ മാത്രം വെക്കാം. Let's just renew our hope this Christmas and keep our hope in only Christ. ഈ സമയത്ത് നമുക്ക് തന്നെ ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഓർക്കാം, പരിശുദ്ധാത്മാവേ എൻ്റെ പ്രത്യാശ മറ്റെന്തെങ്കിലും കാര്യത്തിലാണോ? Even as you're sitting now, just as you think, just think, have I kept my hope in something else? എൻ്റെ ആശ്രയം മറ്റെന്തെങ്കിലും കാര്യത്തിലാണോ? Has my help and my trust been in something else?
എന്റെ പണത്തിലാണോ എന്റെ ആശ്രയം? Have I trusted in my wealth? എന്റെ കുടുംബ ബലത്തിലാണോ എന്റെ ആശ്രയം? Have I trusted in my ഞാൻ family's strength? യഥാർത്ഥത്തിൽ എന്റെ കർത്താവിനെ തന്നെയാണോ കാത്തിരിക്കുന്നത്? Truly do I trust in you? എന്നെ സഹായിക്കുന്നത് എന്റെ കർത്താവ് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുവോ? Do I trust and hope know that you are the one who helps എന്റെ me? മേശമേൽ ഭക്ഷണം വരുന്നത് ദൈവത്തിന്റെ കരുതൽ കൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുവോ? Do I know that the food on my table is because of my trust in the Lord? എന്റെ ജോലി നിലനിൽക്കുന്നത് എന്റെ കർത്താവ് നിലനിർത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നുവോ? Do I trust that my job is because of the Lord, my trust in the Lord? എന്റെ കുടുംബം ആരോഗ്യത്തോടുകൂടെ നടക്കുന്നത് ദൈവം കാക്കുന്നതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നുവോ? My family is safe. Is that because of the Lord? പരിശുദ്ധാത്മാവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു. The Holy Spirit is telling me. ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പരാശ്രയമുണ്ടെങ്കിൽ, മറ്റ് കാര്യങ്ങളിൽ ഞങ്ങൾ പ്രത്യാശ വയ്ക്കുന്നുവെങ്കിൽ കർത്താവെ അത് മാറ്റി അങ്ങയിൽ മാത്രം പ്രത്യാശിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. Tell the Lord right now, if there is anything that I'm depending on or trusting on, Lord, remove that and let me trust on you only. പരിശുദ്ധാത്മാവ് ഗ്രേസി അമ്മാമ്മയുടെ പേരിനെ ഓർമ്മിപ്പിക്കുന്നു. The Holy Spirit is showing me, Gracie Mama. കർത്താവ് ഒരു പുതിയ നിലവാരത്തിലുള്ള വിശ്വാസത്തിന്റെ വർധനവ് സംഭവിപ്പിക്കും. The Lord is going to give you a new level of faith. അനേകരിലേക്ക് പ്രത്യാശ വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം ഒരു ഉപകരണമായി കർത്താവ് ഉപയോഗിക്കും. The Lord is going to use you to give others faith. ഡാരൽ എന്നുള്ള പേർ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. The Holy Spirit reminds me of Daryl. ദൈവം നിന്നോട് ചെയ്തിരിക്കുന്ന വാഗ്ദത്തം തക്ക സമയത്ത് നിവർത്തിപ്പാൻ ശക്തിയുള്ള ദൈവമാകുന്നു ഈ ദൈവം. Promise the Lord has given you, Daryl, the Lord is able to fulfill. നമ്മുടെ ഈ പ്രത്യാശയെക്കുറിച്ച് പറയുന്നത് ജീവനുള്ള പ്രത്യാശ എന്നാണ്. This hope is a hope with life. കാരണം ചിലർ ചിന്തിക്കാൻ തുടങ്ങി യേശുക്രിസ്തു വന്നു മരിച്ചു അതോടെ നമ്മുടെ പ്രത്യാശയും ആ കുഴിയിലോട്ട് പോയോ. So some people say that Jesus came and died and with that our hope was lost. അതിന് ഒരു അറുതി വരുത്താനായിട്ട്, ആ കൺഫ്യൂഷൻ മാറ്റാനായിട്ടാണ് 1 പത്രോസ് 1:3 പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി യേശുക്രിസ്തു തിരഞ്ഞെടുത്തിരിക്കുന്നു. So in 1 Peter 1:3-4, to remove that doubt, the word says that he has given us a living hope. ജീവനുള്ള പ്രത്യാശയ്ക്കായി ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നു. The Lord has kept us for this living hope. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, യേശു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാട്ടെ. Tell your neighbor, Jesus has come here. നിങ്ങൾക്ക് നിശ്ചയമായും പ്രത്യാശിക്കാമെന്ന് You പറഞ്ഞാട്ടെ. can hope definitely. പലരും ചോദിക്കാറുണ്ട്, പാസ്റ്റർ, ബട്ട് ഹൗ വിൽ ഇറ്റ് ഹാപ്പൻ? But ചിലർ ചോദിക്കും, ഇതെങ്ങനെ സംഭവിക്കും? അങ്ങനെയാ സംഭവിക്കുന്നതെന്നാ എന്റെ ഉത്തരം. That is the way it happens. That's my How answer. is that എന്ന് ചോദിച്ചാൽ that's how എന്നാണ് അതിന്റെ ആൻസർ. How is that എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ. കാരണം യേശുവിൽ നാം പ്രത്യാശ വെക്കുമ്പോൾ അവന്റെ വഴികളെ വർണ്ണിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. So when we trust the Lord, we cannot explain his ways. ഈ ദൈവത്തിന്റെ സ്വഭാവത്തിൽ മാത്രമേ നമുക്ക് ആശ്രയിക്കുവാൻ We can കഴിയുകയുള്ളൂ. only trust in his nature. ഈ ദൈവത്തിന്റെ വഴികളെ അളക്കുവാൻ നമുക്ക് ഇന്നുള്ള ഈ തലച്ചോറ് പോരാ. Our brain is not enough to understand his ways. അതുകൊണ്ട് യേശു വന്ന് നമുക്ക് ശലോം നൽകുന്നു. യേശു വന്ന് നമുക്ക് സമാധാനവും അതോടൊപ്പം തന്നെ പ്രത്യാശയും നൽകുന്നു. So the Lord has given us shalom and he has given us hope. അതിനുശേഷം മൂന്നാമതായിട്ട് കർത്താവ് യേശുക്രിസ്തു വന്നിരിക്കുന്നത് നമുക്ക് സന്തോഷം And the നൽകുവാനായിട്ടാണ്. Lord has given us joy. നാം ഈ വേദഭാഗം മിനിസ്ട്രിങ്ങിന്റെ സമയത്ത് നാം കണ്ടു. We heard that scripture during the ministering time. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാൻ പോവുകയാണ്. Luke chapter 2 verses 8. അതിന്റെ വേദഭാഗവും യഹൂദിയായിലെ എന്നുള്ള പാട്ടൊക്കെ നമുക്കറിയാം. ഞാൻ ഒന്നുകൂടെ ഞാൻ വായിക്കാൻ പോവുകയാണ്. I'm going to read the scripture again. We all are familiar with it. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. Now there were in the same country shepherds living out in the fields, keeping watch over their flock by night. ഈ സ്വർഗത്തിലെ ഈ ദൈവം തന്റെ സിംഹാസനം വിട്ട് നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് വരുന്നത് ആദ്യം അനൗൺസ് ചെയ്തത് ഈ ആട്ടിടയന്മാരുടെ അടുക്കലാണ്. These shepherds are the ones who announced that God was coming to earth. ദൈവത്തിന് ആ അധികാരത്തിന് ശ്രേണികളെല്ലാം വെച്ചിട്ട് ആദ്യം ഗവർണറോടും പിന്നെ പ്രധാനമന്ത്രിയോടും ദൈവം അങ്ങനെയല്ല പറയാൻ ആഗ്രഹിച്ചത്. ദൈവം അതിന് ഇഷ്ടമല്ല എന്നല്ല, ദൈവത്തിന് ഏറ്റവും ചെറിയവനോടും പറയണം, ഞാൻ നിനക്കും വേണ്ടിയുള്ള ദൈവമാണ്. So God didn't go into the order of the world where like the governor, the prime minister in that way, but he said, even to you shepherds, I want you to know നീ കുറഞ്ഞവനെന്നോ നീ സാധാരണക്കാരനെന്നോ നിനക്ക് ഇന്ന് വരെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇനിമേൽ ഞാൻ നിന്റെ ജീവിതത്തിൽ വരുന്നത് കൊണ്ട് നീ ശ്രേഷ്ഠനായി മാറാൻ പോവുകയാണ്. You may be thinking that you're ordinary or someone lesser, but because Jesus has come into your
life, you are the first. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം ഇന്ന് ഇവിടെ ആരെങ്കിലും ഈ യേശു എൻ്റെ ദൈവമാകാൻ പറ്റുമോ എന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ ആട്ടിടയന്റെ ദൈവമാകാൻ ലജ്ജയില്ലാത്ത ദൈവം നിങ്ങളുടെ ദൈവമാകാൻ ഒരുക്കമാ. So if some of you is thinking that can this God be my God, this God who is not ashamed to be the God of the shepherd will be your God. ഈ ദൂത് ഈ തകർന്നിരിക്കുന്നവരുടെ അടുക്കിലേക്ക് യേശു വരുന്നു എന്നുള്ള ഈ ദൂത് ഇന്ന് കേട്ടിട്ട് മാത്രം പോകരുത്. ഇന്ന് തകർച്ചയിലായിരിക്കുന്ന അനേകരോട് പങ്കുവെക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിച്ചാട്ടെ. So even the Lord, even those who are broken-hearted, God is not just coming into your life, but He is decided. The Holy Spirit decided to be with you. അവസാന ഭാഗം ശ്രദ്ധിച്ചാട്ടെ. ദൂതൻ അവരോട് പറയുക, ഭയപ്പെടേണ്ട. And the angel says, do not be afraid. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. Because this is a very important thing. കാരണം നമ്മൾ ഇനി അടുത്ത ചില വാക്യങ്ങൾ കാണുമ്പോൾ യേശുവിന്റെ വരവ് ചിലർക്ക് ഇച്ചിരി ഭയം കൊണ്ടുവന്നു. Because this God, Jesus is coming, brought fear in some minds. ഞാൻ കഴിഞ്ഞ ദിവസം യേശുവിനെ കുറിച്ച് ഒരാളോട് പറഞ്ഞു. The other day I was sharing about Jesus to അപ്പോൾ someone. അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ എനിക്ക് സക്കായിയുടെ കാര്യം അറിയാം. He was telling me, I know about Sakai. സക്കായി യേശുവിനെ കാണുന്നവരെ കുറെ പൈസ ഉണ്ടായിരുന്നു, വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തം പോയി എന്ന് എനിക്ക് മനസ്സിലായി. I know that till Sakai met Jesus, he had money, but once he saw Jesus, all the money went. ഞാൻ പറഞ്ഞ് ഒരേ കാര്യം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നതിലാണ് അതിന്റെ വലിയ കുട്ടൻ സിരിക്കുന്നതെന്ന് മനസ്സിലായി. So we've understood the same thing in different ways. That's what I understood. ഞാൻ വേറെയും വേദഭാഗങ്ങൾ പറഞ്ഞു കൊടുത്തു. ശീമോന് ഒരുപാട് മീൻ കിട്ടി. അവൻ ആ മീനെല്ലാം മാറ്റി വെച്ച് അവന് മനസ്സിലായി യഥാർത്ഥ സമ്പത്ത് എന്താണെന്നുള്ളത്. So I showed another scripture where Simon got a lot of fish, but he pushed aside the fish and followed him. സക്കായിക്ക് മനസ്സിലായി ഈ ദൈവത്തിന് മുമ്പാകെ നീതിയോടായിരിക്കേണ്ടതാകുന്നു തനിക്ക് ലഭിക്കുന്ന ധനത്തെക്കാൾ ഏറ്റവും പ്രധാനമെന്നുള്ളത്. So Zacchaeus understood that more than getting this wealth, to be right with God is ഞാൻ ആ more വ്യക്തിയോട് important. പറയാൻ ആഗ്രഹിക്കുകയായിരുന്നു, അന്ന് മാത്രമല്ല ഇന്നും ജോലി കളഞ്ഞ് കർത്താവിനെ ശുശ്രൂഷിക്കുന്ന എത്രയോ പേരുണ്ട്. Even not only then, but even today there are many who leave their job and follow Jesus. ജോലി എടുക്കുന്നോ ഇല്ലേ എന്നുള്ളതല്ല കാര്യം, എന്നാൽ യേശുവാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ള ആ വെളിപ്പാട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. So it's not a matter whether you have the job or not, but to understand that Jesus is our greatest treasure. അതുകൊണ്ട് ദൂതൻ അവരോട് പറയാ, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കും. So then the angel said to them, do not be afraid, for behold, I bring you good tidings of great joy, which will be to all people. സർവ്വജനത്തിനും ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആട്ടിടയന്മാരുണ്ട്, മന്ത്രിമാരുണ്ട്, രാജാക്കന്മാരുണ്ട്, ജോലിക്കാരുണ്ട്, കഷ്ടതയുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, അപ്പന്മാരുണ്ട്, അമ്മമാരുണ്ട്, ഒരുപാട് പേരുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ടെല്ലാം ഒരു മഹാസന്തോഷം വരുന്നു. So there are to everyone is the tidings has come to all types of people, the rich, the poor, the shepherds, for every type. But the thing is that there is a great joy to all people. ഈ ഭാഗത്ത് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഓസി ബ്രദറിന്റെ പേരിന്റെ ആത്മാവിൽ കൊണ്ടുവന്നു. As I read this, the Holy Spirit reminded me of Ossie brother. ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് ഒരു വലിയ സന്തോഷം താങ്കളുടെ ഹൃദയത്തിലേക്ക് ഇടുന്നതായിട്ട് ഞാൻ കാണുന്നു. I see the Holy Spirit giving you a great joy. ചില വലിയ കൊടുങ്കാറ്റുകളുടെ മധ്യേയും സന്തോഷത്തോടുകൂടെ ദൈവത്തിന്റെ ഒരു പൈതലായിരിക്കാനായിട്ടുള്ള വലിയ കൃപ ദൈവം നിങ്ങൾക്ക് തരും. Even in the midst of the storms, the Lord will give you the ability to be a child of God with joy. ചില സാഹചര്യങ്ങൾ മുൻപിൽ വരുമ്പോൾ ദൈവത്തിന്റെ സന്തോഷത്തോടുകൂടെ അവയെ പരിഹസിക്കുവാനുള്ള ശക്തി വരെ കർത്താവ് നൽകും. So even as you see some circumstances, you will be able to stand and tease the laugh at those difficulties. ഞാൻ വിശ്വസിക്കുന്നു പിശാചിന്റെ പല പരാജയങ്ങളും താങ്കളുടെ ജീവിതത്തിൽ ഇനി കാണുവാൻ ഇടവരും. You may see some defeats difficulties because of what the enemy is trying to do. പിശാച് പരാജയപ്പെടുന്ന പല അവസ്ഥകളും താങ്കളുടെ ജീവിതത്തിൽ ഇനി കാണുവാൻ You ഇടവരും. may see some other situations of defeat at the enemy's hands. കാരണം ദൈവത്തിന്റെ ആനന്ദ തൈലം കർത്താവ് താങ്കളുടെ മേൽ പകർന്നിരിക്കുന്നു. Because the Holy Spirit has given you the joy, the anointing of joy. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ വലിയ ഒരു സന്തോഷം സർവ്വജനത്തിനു വേണ്ടി ഉള്ളത് ദൈവം അയച്ചിരിക്കുന്നു. So this great joy has been sent for all people. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. So today in the David city of Bethlehem, that great savior is born. അതുകൊണ്ട് ഇന്ന് ആരെല്ലാം യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നോ സന്തോഷം നിങ്ങളുടെ ഓഹരിയാണ്. So whoever has accepted Jesus as your savior,
Joy is your inheritance. അത് ചെറിയ സന്തോഷവും ചില്ലറയായിട്ടല്ല, ഹോൾസെയിൽ ആയിട്ടുള്ള മഹാസന്തോഷമാണ് നിങ്ങളുടേതായിട്ടുള്ള It's ഓഹരി. not just a small amount of joy. It is a large quantity on wholesale style. എന്ത് സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ശരി, അതിനെല്ലാം നമുക്ക് ശരിയാക്കാം. എന്നാൽ ആദ്യം എൻ്റെ അകത്ത് ക്രിസ്തു ഉണ്ടല്ലോ എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് സന്തോഷിക്കാൻ ശീലിച്ചാട്ടെ. So even whatever circumstances you have, God can set them right. But before that, let the joy of the Lord be in you. കാരണം നാം ഇത് ശീലിച്ചില്ല എങ്കിൽ നാം ഏത് വാഗ്ദത്തത്തിന് വേണ്ടി നാം ഒരുങ്ങി നിൽക്കുന്നോ അത് നമുക്ക് നഷ്ടമാകുവാൻ സാധ്യതയുണ്ട്. Because if you don't train yourself in that way, we will not receive the promises. ഇത് വേദഭാഗത്തിൽ നാം കാണാൻ പോകുക മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. So let's read Matthew chapter 2. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. Verses 1 to 3. അവിടെ പറയുന്നത്, ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദിയയിലെ ബത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരൂശലേമിലെത്തി, യഹൂദരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരൂശലേം ഒക്കെയും ഭ്രമിച്ചു. So let's read Matthew chapter 2 verses 1 to 3. Now after Jesus was born in Bethlehem of Judea in the days of Herod the king, behold, wise men from the east came to Jerusalem, saying, where is he who has been born King of the Jews? For we have seen his star in the east and have come to worship him. When Herod the king heard this, he was troubled, and all Jerusalem with him. ജ്ഞാനികൾ ഇന്നും കർത്താവിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. Even today the wise men are seeking the Lord. പലരും ഇന്ന് നമ്മുടെ ബുദ്ധി വെച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവമുണ്ടോ, അല്ലെങ്കിൽ ചാറ്റ് ജിപിടിയിലൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവമുണ്ടോ ഇല്ലയെന്നൊക്കെ. Many people are using their wisdom and using probably chat GPT to find out who ഇനി the Lord അങ്ങനെ is. ചോദിച്ചാലും 67% പ്രോബബിലിറ്റി ഉണ്ടെന്ന ആൻസർ. So even if you ask that, there is a 67, the answer will be there's a 67% probability. അതിന്റെ ആൻസർ 67% കിട്ടിയാൽ നിങ്ങൾ 50 മേളിലാണെങ്കിൽ നിങ്ങൾ അംഗീകരിക്കുന്നതാണെങ്കിൽ ഇനി ഫൗള് കാണിക്കരുത്. So if you accept anything that is above 50% probability, that means you can accept that. ജ്ഞാനികൾ ഇന്നും യേശുവിനെ, ദൈവത്തെ അന്വേഷിക്കുന്നു. Even today the wise men seek the Lord. അപ്പോൾ അവർക്ക് ആ ദൂരം പ്രശ്നമല്ലാതെ അവർ മറ്റെല്ലാം മാറ്റിവെച്ച് യേശുവിനെ പിൻഗമിച്ച് വരുമ്പോൾ Even at that distance is not a problem for them. They push everything aside and they went after the Lord. സർവ്വജനത്തിന്റെയും നാഥനായ രക്ഷിതാവായിട്ട് യേശു സ്വന്തം പട്ടണത്തിൽ ജനിച്ചിരിക്കുന്ന ആ ഹെരോദാവിനൊരു പ്രശ്നം, എന്റെ സ്ഥലം പോകുമോ എന്നൊരു സംശയം. But at that time, even though the Savior was born in his own town, Herod was a bit fearful about that. ഈ പഴയ നിയമത്തിൽ നാം നോക്കിക്കഴിഞ്ഞാൽ ദൈവജനം അല്ലെങ്കിൽ യെരൂശലേം വർഷങ്ങളോളം ഈ രക്ഷിതാവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. We know in the Old Testament how the Old Testament they were waiting for this Savior for years. പല പ്രവാചകന്മാർ പല സമയത്ത് വന്ന് ദൈവത്തിന്റെ അരുളപ്പാടുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്, മശിഹ വരുന്നു എന്നുള്ളതെല്ലാം പറഞ്ഞുകൊണ്ട്. At different times the prophet said, the Messiah is coming, the Messiah is coming. പക്ഷെ മശിഹ വന്ന സമയത്ത് അതിനെക്കുറിച്ച് ശരിക്കും ഒന്ന് കേട്ട് ജനിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മൊത്തം വിഷമമായി. But once the Messiah was born and they heard about it, he felt sad. ഹെരോദാവ് വിഷമിച്ചത് എനിക്ക് മനസ്സിലായി, യെരൂശലേം എന്തിനാ വിഷമിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. Herod was sad, but why was Jerusalem sad? യേശു നിങ്ങളുടെ അകത്ത് വന്നാൽ, നിങ്ങളുടെ നാഥനായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമാകുന്നതിനെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? Are you fearful with the fact that if Jesus becomes your Lord, you're going to lose some things? ഒരു സമയത്ത് എനിക്ക് ഭയമായിരുന്നു, ഇച്ചിരി മര്യാദയ്ക്ക് നടക്കേണ്ടി വരുമെന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. I was scared that the way if I accepted Jesus that I would have to walk എനിക്ക് in some goodness. പരിചയമുള്ള ചിലരുണ്ട്, അവരുടെ ബിസിനസ് ഒരു 10 വർഷം കൂടെ കഴിഞ്ഞിട്ട് കർത്താവിനെ അക്സെപ്റ്റ് ചെയ്യാം. കാരണം ക്ലയൻസ് മുഴുവൻ വേറൊരു വിഭാഗത്തിലുള്ളവരാണ്. So some of my friends, they said we'll accept Jesus after 10 years because our clients deal in a different way. പാസ്റ്റർ, അവരെല്ലാവരും വേറൊരു വിഭാഗത്തിലാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. If my clients know that I'm saved, they will not like it. ഞാൻ ഇങ്ങനെ യേശുവിൽ രക്ഷിക്കപ്പെട്ട് ജീവിച്ചു കഴിഞ്ഞാൽ എനിക്ക് സോഷ്യൽ ഡ്രിങ്കിങ് ഒന്നും അത്ര ചിലപ്പം പറ്റത്തില്ലായിരിക്കും. I won't be able to indulge in social drinking if I accept Jesus as my Savior. അല്ലെങ്കിൽ ഞാൻ സൈഡായിട്ട് കാണിക്കുന്ന ചില പരിപാടികളൊന്നും പറ്റത്തില്ലായിരിക്കാം. I have some side businesses, I won't be able to do that. യേശു നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ നിങ്ങൾക്ക് നഷ്ടമാകാൻ പോകുന്ന എന്ത് കാര്യമാണ് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്? So you wanted to protect everything that you're going to lose when you accept Jesus as your Savior. ഇന്ന് ഈ ക്രിസ്തുമസിന്റെ ദിവസത്തിൽ
ഈ സമയത്തിൽ യേശുവിനെ സ്വീകരിക്കുമ്പോൾ മറ്റെല്ലാം വിട്ടുകൊടുക്കാൻ ഒരുങ്ങിയാട്ടെ. Today, as you accept Jesus and you bring him, allow him to be the Lord of your life, you can release everything else. യേശുവോളം വിലപ്പെട്ടതൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. There is nothing as valuable as Jesus. തിരുവചനം പറയുന്നത് തന്നിൽ പ്രത്യാശ വെക്കുന്നവർക്ക് നന്മയ്ക്ക് കുറവുണ്ടാകില്ലെന്നാ പറയുന്നത്. The word of God says those who put their hope in him will lack nothing. ഏറ്റവും ഒടുവിലായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, യേശുക്രിസ്തു വന്നിരിക്കുന്നത് വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കാനായിട്ട്. And the last of all, but not least, Jesus has come to love us without any condition. ഇതിനെക്കുറിച്ച് ഒരുപാട് വാക്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം. There are so many verses about this. എന്നാൽ ഒരുപക്ഷെ നമുക്ക് ഏറ്റവും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്യം മാത്രം പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. But I'm going to just share one verse before we pray. സങ്കീർത്തനങ്ങൾ 27:10 പറയുന്നത്, Psalms 27:10 says, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. When my father and my mother forsake me, then the Lord will take care of me. നിങ്ങൾ ചിലർക്കറിയാം, ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കുറച്ച് കൗൺസിലിങ്ങിന്റെ കോഴ്സൊക്കെ ചെയ്യുന്നുണ്ടെന്നറിയാം. You know that I've been doing some counseling course this season. പല വ്യക്തികളുമായിട്ട് ഞാൻ കാണുമ്പം അവരുടെ വേദന ആരൊക്കെയോ അവരെ തിരസ്കരിച്ചു എന്നുള്ളതാണ്. And when I talk to a number of people, I understand that there's so much rejection in the people I deal with. എൻ്റെ പിതാവ് എന്നെ സ്വീകരിച്ചില്ല, അല്ലെ എൻ്റെ മാതാവിനോട് ഇങ്ങനെ, അല്ലെങ്കിൽ എൻ്റെ മകൻ എൻ്റെ മകൾ ഇങ്ങനെ ഇടപെട്ടില്ല, അതിൻ്റെ വേദന വളരെ യാഥാർത്ഥ്യമാണ്. My mother rejected me, my father rejected me, my children rejected me, and that pain is so real. ഞാൻ വിശ്വസിക്കുന്നു ആ വേദനയിലെല്ലാം പരിശുദ്ധാത്മാവ് നിങ്ങളെ ആശ്വസിപ്പിക്കും. But even in that pain, I believe the Holy Spirit is going to give you that comfort. പക്ഷെ ഞാൻ ഇന്ന് നിങ്ങളോട് ക്രിസ്തുവിന്റെ സ്ഥാനപതിയായ ക്രിസ്തുവിന്റെ പൈതലായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. As an ambassador of Christ, as a child of Christ, today I say, ഈ ലോകത്തിലെ സകലരും നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞാലും നിങ്ങളെ ചേർത്തുകൊള്ളുന്ന ഒരു ദൈവമുണ്ട്. even if the whole world doesn't want you, this God holds you close. ഏതൊരു സാഹചര്യത്തിലും നിങ്ങളെ തിരസ്കരിക്കാതെ നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഈ ദൈവത്തിൻ്റെ നന്മയുടെ വലിയ ആഘോഷമായി ക്രിസ്തുമസ്. In any circumstance, this is the God who just holds you close and accepts you, and Christmas is a celebration of that. അഗാപ്പെ എന്നുള്ള വാക്കിന്റെ അർത്ഥം വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. The word agapa means to love unconditionally. ഒരു അല്പ സമയം എടുത്തു കഴിഞ്ഞാൽ ഇത് ചിന്തിക്കാൻ തന്നെ പ്രയാസം. Even if you take some time, it's so difficult to understand that. ഒത്തിരി സമയം എൻ്റെ പ്രാർത്ഥനാ സമയത്ത് ഞാൻ ദൈവത്തോട് ചോദിക്കും, കർത്താവേ അതെങ്ങനെയാ ചെയ്യുന്നത്? So many times in my prayer time I ask, Lord, how is that possible? ഇനി അതങ്ങനെ ചെയ്യാനൊത്താലും എന്നോട് അതെങ്ങനെയാ ചെയ്യാൻ പറ്റുന്നത്? How can they do like that? How can you do that to me? എൻ്റെ ജീവിതത്തിൽ പഴയ കാലങ്ങളിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ദൈവത്തിന്റെ കരുതലില്ലെങ്കിൽ ഞാൻ ഇത്രത്തോളം എത്തുകയില്ല. If I look at the past, without God's consideration and love, I would not be able to reach this place. ദൈവം ക്ഷമിച്ച അവസരങ്ങൾക്ക് എണ്ണമില്ല. There is no count of the times the Lord has forgiven me. ദൈവം വീണ്ടും വീണ്ടും എന്നെ വിശ്വസിച്ച് എനിക്ക് അവസരം തന്നതിന് അതെനിക്ക് എണ്ണുവാൻ കഴിയുകയില്ല. I can't count the times that the Lord has trusted me and given me another chance. അതുകൊണ്ട് ഗോഡ് ഓഫ് സെക്കൻഡ് ചാൻസ് എന്നൊക്കെ ഉള്ള മെസ്സേജ് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ചിരിയാണ്. കാരണം എൻ്റെതിൽ 1000 2000 ഒക്കെ ആയി കാണുമായിരിക്കും. So when you speak about the God of second chance, that's nothing to me because He's the God of 1000 chances. നിങ്ങൾ എത്ര വലിയ വേദനയിലൂടെ പോയാലും ശരി, യേശു വന്നിട്ടുണ്ട്. Whatever pain you're going through, Jesus has come. യേശു വന്നിട്ടുണ്ട്. Jesus has come today. നിങ്ങൾ എന്നുള്ള വ്യക്തിയെ ഒരു വ്യവസ്ഥയും കൂടാതെ സ്വീകരിക്കുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുവാൻ യേശു വന്നിട്ടുണ്ട്. Jesus has come today to reveal the fact that He loves you without any conditions. നിങ്ങളൊരു ചിന്തിക്കുക, എൻ്റെ പാപം എത്രയോ കഠിനമായിരിക്കുന്നു, എൻ്റെ കർത്താവിന് എന്നെ സ്വീകരിക്കാൻ കഴിയുകയില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവിൻ്റെ രക്തത്തിന് മായ്ക്കുവാനും കഴുകുവാനും കഴിയാത്ത യാതൊരു പാപവുമില്ല. So you may be thinking, my sins are so much, but there is no sin that the blood of Christ can not wash away. കർത്താവേ, ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഏവർക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. I just pray for all those who are hearing me. പ്രിയപ്പെട്ടവരെ, കർത്താവ് ദൈവം
ചെയ്യേണ്ടതെല്ലാം ദൈവത്തിന്റെ ഭാഗത്ത് ചെയ്തിരിക്കുന്നു. God has done what he has to do. താൻ തന്റെ സിംഹാസനം വിട്ട് ഈ ഭൂമിയിലേക്ക് നമുക്ക് വേണ്ടി വന്നിരിക്കുന്നു. He left his throne and came to the earth for us. But he is such a gentleman. ദൈവം വളരെ മാന്യനായിരിക്കുന്ന, ആദരവുള്ള, ബഹുമാനിക്കുന്ന ദൈവമാകുന്നു. But the Lord is such a gentleman. He respects us. He's so gentle with us. നമുക്ക് യാതൊരു ബഹുമാനത്തിനും യോഗ്യതയൊന്നും ഇല്ലെങ്കിൽ പോലും ദൈവത്തിന്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് ദൈവം നമ്മെ ബഹുമാനിക്കുകയാണ്. We don't deserve any respect or honor, but because of his nature, he respects us. എങ്ങനെയാണെന്നറിയാമോ? ഇതെല്ലാം ഇത്ര വലിയ ത്യാഗം ചെയ്തിട്ടും വെളിപ്പാട് പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുകയാണ്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. So even after doing this great sacrifice, we read in Revelation chapter 3 how Jesus is knocking at the door and says, behold, I'm at the door. ഒരു 10,000 രൂപയുടെ ഫോൺ നമ്മൾ മേടിച്ച് ആരുടെയും കൈ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോൺ എങ്ങനെയാണ് നീങ്ങുന്നതെന്ന് വരെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. If we buy a phone of 10,000 rupees and if someone takes it, our eyes are on that, who's taking it. എത്രമാത്രം ഈ ദൈവത്തിന്റെ രക്തത്തെ നമ്മൾ ചവിട്ടിയിരിക്കുന്നു. So much we have trampled on the blood of Christ. സ്വർഗകുമാരന്റെ ഈ ഇത്രയും വലിയ ത്യാഗമെല്ലാം ചെയ്ത ക്രൂശിൽ മരിച്ചതിന് ശേഷം ഈ ദൈവം നമ്മളോട് പറയാം, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. This Jesus who gave everything and gave his blood for us, he's coming to the door and saying, I'm knocking at the door. എനിക്ക് ഇത്രയും ബഹുമാനം തരുന്ന വേറൊരാളെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും I പറ്റുന്നില്ല. can't imagine anyone who would give me this much respect. പിന്നീട് ആ വാക്യം പറയുക, എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, മറ്റൊന്നും ചെയ്യാനല്ല പറയുന്നത്. It says, if anyone hears my voice and opens the door, ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. I will come into him and dine with him and he with me. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ വരം നൽകും. I will give the one who is victorious a chance to sit with me on the throne. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ. Just like I sat down with my father on his throne. ഈ അവസാന വാക്യം ഞാൻ ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആത്മാവ് സഭയോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. I'm just reading the last verse to you in prayer and saying, let him hear what the Spirit says to the churches. ഇന്നൊരു പക്ഷേ എനിക്ക് യേശുവിനെ നേരത്തെ അറിയാമെന്ന് എല്ലാം ചിന്തിക്കുന്ന ചില ആൾക്കാർ കാണുമായിരിക്കാം. There are some of you who think, yes, I've already accepted Jesus my Savior. പലപ്പോഴും നാം ഒരു വിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിൽ ജനിച്ചു വളരുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ അതിന് യേശുവിന് വലിയ വിലയൊന്നും ചിലപ്പോൾ കാണത്തില്ല. Often we are brought up in families like that and we don't give Jesus much value. പള്ളിയിൽ വരുമ്പോൾ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നറിയാം, പുറത്ത് വരുമ്പോൾ നമുക്ക് എങ്ങനെ ആയിരിക്കണം We നമുക്ക്. know how to behave in church, how to behave outside. പക്ഷെ ഇന്ന് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതേ ഉള്ളൂ, യേശുവിനോടുകൂടെ നിങ്ങൾക്ക് അത്താഴം കഴിക്കുന്ന ഒരു അനുഭവമുണ്ടോ? But today I'm asking you, would you like to dine with Jesus? അങ്ങനെ ഒരു നിരന്തരമായിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ അനുഭവം യേശുവുമായിട്ട് നിങ്ങൾക്കുണ്ടോ? Would you like to have such a continuous fellowship with him? നിങ്ങളുടെ പാസ്റ്ററിനുമായിട്ട് നിങ്ങൾക്ക് കൂട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ സഭയുമായിട്ട് നിങ്ങളവിടെ ശുശ്രൂഷിക്കുന്നുണ്ടോ? ഇതൊന്നുമല്ല ഞാൻ ചോദിച്ചത്. I'm not asking you whether you have a friendship or relationship with your pastor or the others in the church. ഈ വലിയ യേശുവിന്റെ കൂട്ടായ്മ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? Are you experiencing a fellowship, a relationship with Jesus? യേശുവിന്റെ മടങ്ങിവരവിൽ നിങ്ങൾ ജയിച്ച് ഈ പിതാവിന്റെ ആഗ്രഹപ്രകാരം യേശുവോട് കൂടെ സിംഹാസനത്തിൽ ഇരിക്കുമോ? Will you sit with the Lord when he comes back and takes you and sits at his throne? കർത്താവ് അതിനായിട്ട് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. May the Lord help each one of us. ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈ ക്രിസ്തുമസ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ അകത്ത് ഒരു പുതിയ യേശുവിന്റെ ജനനമായി രൂപാന്തരപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. I pray today that this Christmas time Jesus will be born in your life, bringing change into your life. ഇന്ന് എന്നെ ആദ്യമായി ഈ വചനങ്ങൾ കേൾക്കുന്ന ആർക്കെങ്കിലും എങ്ങനെ എനിക്ക് യേശുവിനെ എൻ്റെ അകത്തേക്ക് സ്വീകരിക്കാൻ കഴിയും, ഈ വാതിൽ തുറക്കുവാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, if there's anyone here who is asking, how can I accept Jesus my Savior, how can I open this door?
ഞാൻ നിങ്ങളെ വചനത്തിൽ നിന്ന് തന്നെ നിങ്ങളെ സഹായിക്കട്ടെ. From the word of God itself I will help you. റോമാലേഖനം 10:9 പറയുന്നത് യേശു തന്നെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. I say again, as Romans 10:9 says, those who confess with their mouth that Jesus is Lord and believe in their heart that he is God, they will be saved. ഇന്ന് ദൈവം അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടവർക്ക് അതിനുള്ള കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Today I pray that God will give you the grace to make that decision today. എന്നാൽ ഇന്ന് ചിലർ കർത്താവിനുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൽ ഞാൻ പുറകോട്ട് പോയി, ഞാൻ ദൈവത്തെ മറുതലിച്ച് ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധത്തെ വളരെ നിസ്സാരമായി ഞാൻ കരുതിയെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, Some of you may have gone away from the Lord and taken that relationship very lightly. ഇന്ന് തീരുമാനിച്ചാട്ടെ, Take that decision today. എൻ്റെ ദൈവം എൻ്റെ വാതിൽക്കൽ മുട്ടുമ്പോൾ ഞാൻ ഇന്ന് ആ വാതിൽ തുറന്നു കൊടുക്കും. When the Lord knocks at the door, I'm going to open that door. Hallelujah. ചിലർ യേശു തങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ സംഭവിക്കാവുന്ന നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുന്നു. Some of you are worried about the loss you're going to experience when you accept Jesus as your Savior. യേശു അനുഗ്രഹിക്കുന്ന ദൈവമാണ്. But Jesus is a God who blesses. നന്മയുടെ ഉറവിടമാണ്. He is the source of all goodness. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നന്മയല്ലാതെ ഒരു കുറവും ഉണ്ടാകുകയില്ല. Whoever trusts in him, he gives only good. കർത്താവ് നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന വഴി നിങ്ങൾക്ക് വേണ്ടി ക്രമീകരിക്കും. The Lord will prepare the way for you, the right way. കർത്താവേ, ഇന്ന് സകലരിലേക്കും ദൈവത്തിന്റെ ആ ശലോം ഒഴുകുമാറാകട്ടെ എന്ന് Today, Lord, I പ്രാർത്ഥിക്കുന്നു. just pray that shalom will flow into everyone. ദൈവത്തിന്റെ പുതിയ പ്രത്യാശ ഇന്ന് സകലരിലേക്കും ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Let that new hope enter every heart. കർത്താവേ, അങ്ങയുടെ ആനന്ദ തൈലവും വ്യവസ്ഥകളില്ലാത്ത സ്നേഹവും ഇന്ന് സകല വ്യക്തികളിലേക്കും പകരപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Lord, may the oil of joy and that unconditional love flow into every person and those watching. കർത്താവ് അത് ചെയ്യുന്നതിനായിട്ട് നന്ദി. Thank you, Lord, for what you're doing. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി എല്ലാം മാറ്റിവെച്ച് അങ്ങ് വന്നു. Thank you. You pushed aside everything and came for us, Lord. കർത്താവേ, ഇനി ഞങ്ങൾ എല്ലാം മാറ്റിവെച്ച് അങ്ങേക്ക് വേണ്ടി ജീവിക്കട്ടെ. Lord, we want to push everything aside and live for you. എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് All നൽകുന്നു. blessing and honor and glory to you. യേശുവിന്റെ നാമത്തിൽ തന്നെ. In Jesus' name. ആമേൻ. Amen. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. May the Lord bless you all. എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ. Merry Christmas to everyone. ഇത് ആഘോഷിക്കുന്നത് അല്പം പോലും കുറയ്ക്കരുത്. Don't lack in your celebration in this aspect. കാരണം യേശു വന്നിട്ടുണ്ട്. Because Jesus has come. ആമേൻ. Amen.